ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഏപ്രിൽ 4-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ഫോബ്സ് അതിസമ്പന്ന പട്ടികയിൽ 2024 ആദ്യമായിട്ട് ഇടം പിടിച്ച മലയാളി വനിതയെ ചോദിക്കുകയാണ്. സാറാ ജോർജാണ്. ഫോബ്സ് അതിസമ്പന്ന പട്ടികയിൽ 2024 ആദ്യമായിട്ട് ഇടം പിടിച്ച മലയാളി വനിതയെ ചോദിക്കുകയാണെങ്കിൽ സാറാ ജോർജാണ്. പട്ടികയിൽ 12 മലയാളികളുണ്ട്. മലയാളികളിൽ ഒന്നാമത് MA യൂസഫലിയാണ്. ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള MA യൂസഫലിയാണ് മലയാളികൾ ഒന്നാം സ്ഥാനം. പട്ടികയിൽ 12 മലയാളികളാണുള്ളത്. അതിൽ മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ സാറാ ജോർജ്. അടുത്ത ചോദ്യം, അടുത്തൊരു നിയമനമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനാവുന്നത് ജസ്റ്റിസ് മണികുമാറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് ആരാണ്? അത് ജസ്റ്റിസ് മണികുമാർ. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ മനഃശാസ്ത്രജ്ഞൻ. ചോദിക്കുകയാണെങ്കിൽ ഡാനിയൽ കാനമൻ. അടുത്ത ചോദ്യം, 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? അത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ്? അത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലേ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1956 LIC സ്ഥാപിതമായത്. ഏകദേശം 9 ലക്ഷം കോടി രൂപയ്ക്ക് മേൽ ആസ്തിയുള്ള ഒരു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണിത്, LIC എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മയാമി ഓപ്പൺ 2024 വനിതാ സിംഗിൾസ് ജേതാവ്. 2024 വനിതാ സിംഗിൾസ് ജേതാവ് ഡാനിയേല കോളിൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുരുഷ സിംഗിൾസ് ജേതാവില്ലേ? പുരുഷ സിംഗിൾസ് ജേതാവ് എന്ന് പറയുന്നത് യാനിക് സിന്നർ. അപ്പോൾ വനിതാ സിംഗിൾസ് ജേതാവ് ഡാനിയേല കോളിൻസ്. അതേപോലെ പുരുഷ ഡബിൾസ് ജേതാക്കളുണ്ട്. രോഹൻ ബൊണ്ണപ്പ മാത്യു എബ്ദൻ. അതേപോലെ വനിതാ ഡബിൾസ് ജേതാക്കൾ സോഫിയ കെനിനും ബെതാനിയെ മത്തേക് സാൻസും സോഫിയ കെനിൻ. അപ്പോൾ അതുപോലെ നോക്കാം. പുരുഷ സിംഗിൾസ് മയാമി ഓപ്പൺ 2024 പുരുഷ സിംഗിൾസ് ജേതാവ് ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നറാണ്. പുരുഷ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ. വനിതാ സിംഗിൾസ് ജേതാവ് ഡാനിയേല കോളിൻസ്. വനിതാ ഡബിൾസ് ജേതാക്കൾ സോഫിയ കെനിനും ബെതാനിയെ മത്തേക് സാൻസും. അതേപോലെ പുരുഷ ഡബിൾസ് ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ രോഹൻ ബൊണ്ണപ്പ മാത്യു എബ്ദനുമാണ് മയാമി ഓപ്പൺ 2024 പുരുഷ ഡബിൾസ് ജേതാക്കളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വൈറ്റ് ലിഫ്റ്റർ ആരാണ്? അത് മീരാഭായ് ചാനു ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വൈറ്റ് ലിഫ്റ്റർ മീരാഭായ് ചാനു. അടുത്ത ചോദ്യം, ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച US സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച US സംസ്ഥാനമാണ് അരിസോണ. ഓക്കെ, അടുത്ത ചോദ്യം, നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്നതാണല്ലേ. വസ്തുവിന് ടാക്സ് കൊടുക്കുന്നുണ്ട്, കെട്ടിടത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ കേരളത്തിലുള്ള വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതിയുടെ പുതുക്കിയ പേര് എന്താണ്? അതാണ് അധിക നികുതി. അപ്പോൾ അധിക നികുതി എന്താണ്? അത് നമ്മൾ ഈ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നൽകുന്ന ആഡംബര നികുതി ഇനി ഇവിടെ അറിയപ്പെടുന്നത് എന്താണ്? അധിക നികുതി എന്നാണ്.
അതായത് വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഉള്ള എന്താണ് ആഡംബര നികുതി എന്നായിരുന്നു പറയുന്നത്. അത് ആ പേരാണ് മാറ്റിയത്. അത് കേരള കെട്ടിട നികുതി ഭേദഗതി ബിൽ 2023 പ്രകാരമാണ് പേര് മാറ്റം. അത് എന്താണ് ആഡംബര നികുതി എന്നുള്ള പേര് മാറ്റിയിട്ട് അധിക നികുതി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ആഡംബര നികുതി എന്ന പേര് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാകും എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം വരുത്തിയിട്ടുള്ളത്. 3000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്കാണ് എന്താണ് ഈ ഇങ്ങനൊരു 3000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഈടാക്കുന്ന നികുതിക്കാണ്, അതായത് ഈടാക്കുന്ന ആഡംബര നികുതിക്കാണ് ഇങ്ങനൊരു പേര് മാറ്റിയിട്ട് എന്താണ് അധിക നികുതി എന്ന് പേരാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതിയുടെ പുതുക്കിയ പേരാണെന്ത്? അധിക നികുതി എന്ന് പറയുന്നത്. അധിക നികുതി. അടുത്ത ചോദ്യം, പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വനിതയുടെ പേര്. പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വനിതയാണ് ഷെയ്ഫാലി ബി ശരൺ. പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റ വനിതയെ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ഷെയ്ഫാലി ബി ശരണാണ്. ഷെയ്ഫാലി ബി ശരൺ. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിലെ ഏറ്റവും പുതിയ ഫിഡെ റേറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പുതിയ 1-ാം നമ്പർ താരം എന്താണ്? 2024 ഏപ്രിലിലെ ഏറ്റവും പുതിയ ഫിഡെ റേറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പുതിയ 1-ാം നമ്പർ താരമാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? അത് അർജുൻ എറിഗൈസിയാണ്. അർജുൻ എറിഗൈസി. 2024 ഏപ്രിലെ ഏറ്റവും പുതിയ ഫിഡെ റേറ്റിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പുതിയ 1-ാം നമ്പർ താരം ചോദിക്കുകയാണെങ്കിൽ അർജുൻ എറിഗൈസി. അർജുൻ എറിഗൈസി. അടുത്ത ചോദ്യം, അരുണാചൽ പ്രദേശിന് സാങ്നാൻ എന്ന പേര് നൽകിയ ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ്? അരുണാചൽ പ്രദേശിന് അരുണാചൽ പ്രദേശിന് സാങ്നാൻ എന്ന പേര് നൽകിയ ഇന്ത്യയുടെ അയൽരാജ്യം ചോദിക്കുകയാണ്. ഉത്തരം ചൈനയാണ്. അരുണാചൽ പ്രദേശിനാണ് സാങ്നാൻ എന്ന പേര് നൽകിയ ഇന്ത്യയുടെ അയൽരാജ്യം. ചോദിക്കുകയാണ്. ഉത്തരം എന്താണ്? അത് ചൈനയാണ്. ചൈനയാണ് അരുണാചൽ പ്രദേശിന് സാങ്നാൻ എന്ന പുതിയ പേര് നൽകിയത്. അടുത്ത ചോദ്യം, 2024 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ല എന്താണ്? 2024 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. 700 വർഷം അല്ലേ, 7 നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതാണ് ഈ ലിഖിതം എന്ന് പറയുന്നത്. വട്ടെഴുത്ത് ലിഖിതം അത് കണ്ടെത്തിയത് വണ്ടാഴി പഞ്ചായത്തിലെ ചിറ്റടി ശ്രീ മണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലെ ബലിക്കല്ലിലാണ് ഈ ഒരു വട്ടെഴുത്ത് ലിഖിതം എഴുതിയിരിക്കുന്നത് കണ്ടെത്തിയത്. അതായത് ഭാസ്കരൻ എന്ന് പറയുന്ന രാജാവ് ക്ഷേത്ര ചെലവുകൾക്കായി ക്ഷേത്രത്തിന് കൊടുത്ത വസ്തുവകകളുടെ കണക്കാണ് അതിൽ എഴുതിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു കാലപ്പഴക്കം അത് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ബലിക്കലിൽ ഈ എഴുതിയിരിക്കുന്ന ശൈലി അനുസരിച്ച് ഈ ഒരു ലിഖിതം എന്ന് പറയുന്നത് 13 14 നൂറ്റാണ്ടിലൊക്കെ എഴുതിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, താങ്ക് യു.